രാഷ്ട്രീയത്തിൽ സജീവമാകുന്നതിനെ തുടർന്ന് വിജയ് സിനിമയിൽ നിന്ന് ഇടവേളയെടുക്കുകയാണെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ദളപതി 69 താരത്തിന്റെ അവസാന സിനിമയായിരിക്കും എന്നാണ് കരുതുന്നത്. ദളപതി 69 സിനിമാ ആരാധകർക്കൊപ്പം താരങ്ങൾക്കും വലിയ പ്രതീക്ഷകളാണ്. തമിഴകത്ത് നിന്നുള്ള ആദ്യത്തെ 1000 കോടി ചിത്രമാകുമോ ദളപതി 69 എന്നാണ് ഉറ്റുനോക്കുന്നത്. ബാഹുബലി 2 സിനിമ തമിഴിലുമായിട്ടാണ് സംവിധായകൻ രാജമൗലി ചിത്രീകരിച്ചത്. അതിനാൽ 1000 കോടിയുടെ കണക്കിൽ ചിത്രം തമിഴകത്തുണ്ട്. എന്നാൽ തനിത്തമിഴിൽ ഒരു 1000 കോടി ക്ലബി ആരാധകർ പ്രതീക്ഷിക്കുന്നുണ്ടെന്നത് വ്യക്തമാണ്. വിജയുടെ എക്കാലത്തെയും ഒരു ഹിറ്റ് ചിത്രമായ ലിയോ ആഗോളതലത്തിൽ നേടിയത് 620 കോടി രൂപയോളമാണ്. വിജയ്ക്ക് 1000 കോടി തികച്ച സിനിമയിൽ നിന്ന് മാറാൻ ദളപതി 69ലൂടെയാകുമോയെന്ന ചോദ്യത്തിന്റെ ഉത്തരത്തിനായാണ് കാത്തിരിപ്പ്. എല്ലാത്തരം ഇമോഷണലുകൾക്കും സംവിധായകൻ എച്ച് വിനോദ് ചിത്രത്തിൽ പ്രാധാന്യം നൽകും എന്നാണ് കരുതുന്നതും. കാസ്റ്റിംഗും അത്തരത്തിലുള്ളതാണെന്നാണ് താരങ്ങളെ പ്രഖ്യാപിച്ചപ്പോൾ സിനിമാ ആസ്വാദകർക്ക് മനസ്സിലായത്. എന്നാൽ വിജയ് രാഷ്ട്രീയം പറയുന്ന ചിത്രമായിരിക്കുമോ ദളപതി 69 എന്ന ഒരു ചോദ്യവും ഉണ്ട്. ദളപതി 69 സിനിമയുടെ ചിത്രീകരണം തുടങ്ങിയിട്ടുണ്ട് എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. വലിയ ക്യാൻവസിലുള്ള ഒരു ഗാനരംഗമാണ് ചിത്രീകരിക്കുന്നത്. കൊറിയോഗ്രാഫി നിർവഹിക്കുന്നത് ശേഖർ മാസ്റ്റർ ആണ്. ദളപതി 69 സിനിമയുടെ സംഗീത സംവിധാനം അനിരുദ്ധ് രവിചന്ദർ നിർവഹിക്കുമ്പോൾ മലയാളി താരം മമിതയും നരേനും പൂജ ഹെഗ്ഡെയും പ്രകാശ് രാജും ഗൗതം വാസുദേവ് മേനോനും പ്രിയാമണിയും മോനിഷ ബ്ലസ്സിയും പ്രകാശ് രാജുമൊക്കെ കഥാപാത്രമാകുമ്പോൾ ഛായാഗ്രാഹണം സത്യൻ സൂര്യൻ ആണ്. ഇതാണ് മൊമെന്റ്. വിജയ്ക്കൊപ്പമുള്ള ചിത്രങ്ങൾ പങ്കുവച്ച് മമിത ഒരുമിച്ച് അഭിനയിക്കുന്നതിന്റെ സന്തോഷം. ഇളയ ദളപതി വിജയ്യുടെ കരിയറിലെ അവസാന ചിത്രമെന്ന് കരുതപ്പെടുന്ന ദളപതി 69 മലയാളി താരമായ മമിത ബൈജുവും ബോബി ഡിയോൾ, പൂജ ഹെഗ്ഡെ, പ്രിയാമണി, പ്രകാശ് രാജ്, ഗൗതം വാസുദേവ് മേനോൻ എന്നിവർ അണിനിരക്കുന്ന ചിത്രത്തിന്റെ പൂജ ചെന്നൈയിൽ നടന്നു. ചടങ്ങിൽ നിന്ന് വിജയ്ക്കൊപ്പമെടുത്ത ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുകയാണ് മമിത ബൈജു. വിജയ്യുടെ കടുത്ത ആരാധികയായ മമിത അദ്ദേഹത്തിന്റെ കൂടെ അഭിനയിക്കാൻ തനിക്കേറെ ആഗ്രഹം ഉണ്ടായിരുന്നുവെന്ന് ഒരു അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയിരുന്നു. വിജയ് രാഷ്ട്രീയ പ്രവേശനം പ്രഖ്യാപിച്ച സമയത്ത് ഇനിയതിന് സാധിക്കില്ലല്ലോ എന്ന വിഷമമുണ്ടായിരുന്നുവെന്നും അപ്രതീക്ഷിതമായാണ് ദളപതി 69 അവസരം വരുന്നതെന്നും മമിത അന്ന് പറഞ്ഞു. എച്ച് വിനോദ് ആണ് ദളപതി 69 സംവിധാനം. KVN പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ വെങ്കട്ട് കെ. നാരായണ ആണ് ചിത്രം നിർമ്മിക്കുന്നത്. ജഗേഷ് പളനിസ്വാമിയും ലോഹിത് NKയുമാണ് സഹനിർമ്മാതാക്കൾ. അടുത്ത വർഷം ഒക്ടോബറിൽ ചിത്രം തിയേറ്ററിൽ എത്തിയേക്കും.